ബേലൂർ മഖ്നയെ മയക്കുവെടി വെക്കുന്നതിനു വേണ്ടിയുള്ള ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആന സഞ്ചാരം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നത്. ആനയുടെ ഏറ്റവും അവസാനത്തെ സിഗ്നൽ ലഭിക്കുമ്പോൾ ബാവ്ലി വനമേഖലയിലായിരുന്നു ആനയുണ്ടായിരുന്നത്. അവിടെ നിന്ന് ആന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ചാലിഗദ്ദ വനമേഖലയിൽ ഉണ്ടായിരുന്ന ആന പിന്നീട് മണ്ണുണ്ടിയിലേക്കും അതിനുശേഷം ബാവ്ലിയിലേക്കും നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ആന ബാവ്ലിയിൽ എത്തിയത്. എന്തായാലും ദൗത്യ സംഘം ആനയെ പിന്തുടർന്നുകൊണ്ട് ബാവ്ലി വനമേഖലയിൽ എത്തിയെങ്കിലും ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വനമേഖലയായതുകൊണ്ട് തന്നെ ഉൾവനത്തിലേക്ക് കടക്കുമ്പോൾ റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കുന്നത് ചെറിയ രീതിയിലുള്ള തകരാറുകൾ ഉണ്ടായിരുന്നു, സമയവ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായി നേരിയ സമയവ്യത്യാസത്തിൻ്റെ ഭാഗമായി ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബേലൂർ മഖ്ന ദൗത്യം ഇന്നത്തേക്ക് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആനയെ ഇന്ന് മയക്കുവെടി വെക്കില്ല എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും ദൗത്യ സംഘം നാളെയും ഈ ഒരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. കർണാടക വനമേഖലയുടെ അതിർത്തി പ്രദേശത്താണ് നിലവിൽ ആനയുള്ളത്. മൈസൂർ അതിർത്തി ഭേദിച്ച് ആന കർണാടക വനമേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ കർണാടക വനം വകുപ്പ് ദൗത്യം ഏറ്റെടുക്കുകയും അവർ മയക്കുവെടി വെക്കില്ല, കാരണം ആനയുടെ സ്വാഭാവിക വാസസ്ഥലത്തേക്ക് ആന എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആനയെ മയക്കുവെടി വെക്കില്ല എന്ന കർണാടക വനം വകുപ്പ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മാനന്തവാടിയിലെ ആനയെ ഇന്ന് മയക്കുവെടി വെക്കില്ല, ദൗത്യം ഉപേക്ഷിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി AK ലതീഷ് ചേരുന്നു. ലതീഷ്, ദൗത്യം ഇന്ന് തുടരില്ല, മയക്കുവെടി വെക്കില്ല എന്ന വാർത്തയാണല്ലേ പുറത്തു വരുന്നത്? രണ്ടാം ദിവസത്തെ ദൗത്യവും വനംവകുപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ ഒരു 3 മണിയോടുകൂടി വനത്തിനുള്ളിലേക്ക് കയറിയ ബേലൂർ മഖ്ന ഉൾവനത്തിലേക്ക് തന്നെ സഞ്ചരിക്കുന്ന ഒരു നിലയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് മയക്കുവെടി വെക്കുക അസാധ്യമാണ്. കാരണം വനത്തിനുള്ളിൽ വെച്ച് മയക്കുവെടി വെക്കണമെങ്കിൽ വനത്തിനുള്ളിൽ മയക്കുവെടി ഏറ്റ ആനയെ തിരിച്ച് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് പറ്റിയ ഒരു സ്ഥലമല്ല എങ്കിൽ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആന രാത്രി മുഴുവൻ മയക്കുവെടി വെച്ചുകൊണ്ട് അതിനെ അവിടെ തന്നെ നിലനിർത്തുകയൊന്നും പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ദിവസത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി സ്വാഭാവികമായും വനംവകുപ്പ് ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ആ നിലയിലുള്ള നടപടികൾ ഇന്നലെ രാത്രിയൊക്കെ വനപാലകർ ചെയ്തതുപോലെയുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഒപ്പം ആനയുടെ സഞ്ചാരപാത കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. കിലോമീറ്ററുകൾ ആന സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇന്ന് ഈ പറയുന്ന ബാവലി വനമേഖലയ്ക്ക് ഉള്ളിലാണ് അവസാനം ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതെങ്കിൽ നാളെ ഈ സ്ഥലത്ത് തന്നെ ആയിരിക്കും ആന രാവിലേക്ക് ഉണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ ആനയുടെ സഞ്ചാരപാത കൃത്യമായി നോക്കുക, അതിനനുസരിച്ച് ആനയെ ട്രാക്ക് ചെയ്യാനുള്ള നടപടികളിലേക്ക് വനപാലകർ നാളെ രാവിലെ കടക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ ആനയെ മയക്കുവെടി വയ്ക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ പ്രതിഷേധം ഉൾപ്പെടെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചോ അതോ ഇനിയും തുടരുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണോ ലഭിക്കുന്നത്? പ്രതിഷേധം താൽക്കാലികമായി അവസാനിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങൾക്കുള്ള അവരുടെ ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഒരു പ്രതികരണമായി മുന്നോട്ട് വന്നതാണ്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മയക്കുവെടി വെക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് ഇറങ്ങിയത്. അത് 24 മണിക്കൂറും പിന്നിട്ട് അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആനയെ മയക്കുവെടി വെക്കാനുള്ളൊരു സാധ്യതയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അത് വിജയിപ്പിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ല. കാരണം കുങ്കി ആനപ്പുറത്തേറിയാണ് വനപാലകർ മയക്കുവെടി വെക്കാനായി വനത്തിനുള്ളിൽ കടന്നത്. അല്ലാതെയും വനപാലകർ ഈ RRT സംഘം വനത്തിനുള്ളിലേക്ക് കടന്നിരുന്നു. എന്നാൽ രാവിലെ കണ്ട സ്ഥലത്തല്ല ഉച്ചയോടുകൂടി ആന എത്തിപ്പെടുന്നത്. കാരണം ആന വനത്തിനുള്ളിലൂടെ നല്ല നിലയിൽ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. ഈ പറയുന്ന ബാവലി വനപ്രദേശത്തിനുള്ളിൽ വെള്ളം ഉൾപ്പെടെ ആനയ്ക്ക് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നുകൂടി വനപാലകർ കരുതുന്നു. അതുകൊണ്ട് തന്നെ അത് ആ പ്രദേശത്ത് തന്നെ കൂടുതൽ തമ്പടിച്ച് ക്യാമ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ റോട്ടിലേക്കോ പ്രദേശത്തേക്കോ ഒന്നും അടുപ്പിക്കാത്ത രീതിയിൽ ഡാർട്ടിംഗ് ശക്തമായി തന്നെ ഉച്ചയോടുകൂടി വനപാലകർ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ദേശീയപാത റോഡ് ഉൾപ്പെടെ തൽക്കാലത്തേക്ക് അടച്ച് ആനയെ മയക്കുവെടി വെക്കാവുന്ന ഒരു നിലയിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് അതിൽ നിന്നും ആന തെന്നിമാറുന്ന സാഹചര്യം ഉണ്ടായത്. വനപാലകരെയും ഒപ്പം കുങ്കി ആനയെയും കണ്ട
ബേലൂർ മഗ്ന തിരിച്ച് ഉൾവനത്തിലേക്ക് വന്നതിനേക്കാൾ നല്ല വേഗതയിൽ തന്നെ തിരിച്ചു കയറി പോവുകയായിരുന്നു. ആ ഒരു തിരിച്ചുകയറ്റം ആന കൂടുതൽ ഉൾവനത്തിലേക്ക് വലിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഒരു 5 മണിക്ക് ശേഷം 5:15 5:30 ഈ ഇന്നത്തെ ദൗത്യം 2ാം ദിവസത്തെ ദൗത്യം തൽക്കാലം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇനി ആനയുടെ സഞ്ചാരം അല്ലാതെ നിരീക്ഷിക്കുക, ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, ജനങ്ങൾക്ക് മതിയായ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളാവും വനപാലകരും അതേപോലെ തന്നെ പോലീസും ചെയ്യുക. ആ നിലയിലുള്ള നടപടികളുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടാവും. ആ പ്രതിഷേധം നാളെയും നമുക്ക് പ്രതീക്ഷിക്കാവും തന്നെയാണ്. ജനവാസ മേഖലയിലാണ് ആന ഇന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ വൈകിട്ട് കണ്ട പ്രതിഷേധമായിരുന്നില്ല നമ്മൾ ഉണ്ടാവുക. ശക്തമായ പ്രതിഷേധം രാവിലെ മുതൽ തന്നെ ഉയരുമായിരുന്നു. രാവിലെ നിന്ന സ്ഥലവും അത്ര വലിയ ജനവാസ മേഖലയല്ല. പ്രത്യേകിച്ച് ആന വനത്തിനുള്ളിൽ തന്നെ തുടരുന്നൊരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ളൊരു പ്രതിഷേധം രാവിലെ ഉണ്ടാവാതിരുന്നത്. വൈകിട്ട് സമയം മുന്നോട്ട് പോകുന്നു, ആനയെ മയക്കുവെടി വെക്കാൻ കഴിയാത്ത നില വരുന്നു. ആ ഘട്ടത്തിലുണ്ടായ ഒരു പ്രതിഷേധമാണ് CPIM-ൻ്റെയും DYFIയുടെയും നേതൃത്വത്തിൽ ഈ ബാവലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ അല്പസമയം മുമ്പ് അരങ്ങേറിയത്. അത് പിന്നീട് അവസാനിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥരുമായെല്ലാം സംസാരിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുമായെല്ലാം ഈ സമരക്കാർ സംസാരിക്കുകയും ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറപ്പ് അവർക്ക് നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ പ്രതിഷേധം അവസാനിപ്പിച്ചത്. എന്തായാലും ഇനി ഇന്നത്തെ ദൗത്യം 2ാം ദിവസത്തെ ദൗത്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. നാളെ വീണ്ടും ദൗത്യം തുടരും. തീർച്ചയായും ലതീഷ്, നിലവിൽ ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉദ്യോഗസ്ഥർക്ക് മുന്നിലുണ്ട്. ആ ഒരു സാഹചര്യ പ്രകാരം ആന ഇപ്പോൾ അധികം ഉള്ളിലേക്കാണോ, വനത്തിന് അധികം ഉൾവലത്തിലേക്കാണോ ഉള്ളത്? നിലവിൽ ആന ജനപ്രദേശത്തേക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? ആന ഇന്നൊരു ജനവാസ മേഖലയിൽ നിന്നെല്ലാം മാറി 4-5 കിലോമീറ്റർ ഉൾവനത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ച് താഴ്വരയിലേക്ക്, അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ റോഡിൻ്റെ വശത്തേക്ക് തന്നെ കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് ഫോറസ്റ്റ് സംഘം നടത്തിയത്. അതൊരു 60-70% വിജയം കണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ റോഡ് തൽക്കാലത്തേക്ക് അടയ്ക്കുന്ന സ്ഥിതി ഉണ്ടായത്. റോഡ് ഒക്കെ അടച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായും നാട്ടുകാർ കരുതിയത് ഇന്ന് തന്നെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയും എന്ന ഒരു വലിയ പ്രതീക്ഷ നാട്ടുകാർക്കുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആന തിരിച്ച് വനത്തിനുള്ളിലേക്ക് കയറിയ ഒരു സാഹചര്യത്തിൽ റോഡെല്ലാം തുറന്നു കൊടുക്കുന്ന നില വന്നു. ആ ഒരു ഘട്ടത്തിലാണ് ആനയെ ഇന്ന് പിടികൂടാനുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കി ജനങ്ങൾ പ്രതിഷേധവുമായി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുന്നിലേക്ക് എത്തിയതും ആ പ്രതിഷേധം വലിയ ഒരു പ്രതിഷേധമായി തന്നെ മാറിയതും CPIM-ഉം അതേപോലെ തന്നെ DYFIയും ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടായതും വനപാലകർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ആ നിലയിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും സർക്കാർ തീരുമാനം നടപ്പിലാക്കാൻ വനപാലകർക്ക്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്ന ഒരു വലിയ ആക്ഷേപമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് സ്വാഭാവികമായും ഈ വനപ്രദേശത്ത് നിന്ന് ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതേപോലെ അവരുടെ ദിവസവും അവർ കാണുന്ന കാട്ടാനയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രദേശവാസികൾ അല്ലെങ്കിൽ നാട്ടുകാർ എന്നുള്ള നിലയിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധമാണ്. ആ നിലയിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.